ഇതാണ് ഇൻസ്റ്റൻറ്റ് വാട്ടർ പ്രൂഫിംഗ് സ്പ്രേ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് എങ്ങനെയാണ് ഓട്ട അടയ്ക്കുക, എങ്ങനെ ക്രാക്ക് അടക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഇതങ്ങനെ തുറന്നിട്ടാണ് ഇത് അടിക്കേണ്ടത്. ഇതങ്ങനെ ഉണ്ടോ, ഇതാണ് സിമ്പിൾ കാര്യമാണ്, വളരെ ഈസിയാണ്. അപ്പം ക്രാക്ക് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ ക്രാക്ക് കാണുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ റൂഫിൻ്റെ മേലേക്ക് ക്രാക്ക് കാണുന്നതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും കാണുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ക്രാക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും സമമായിട്ട് എടുക്കുക. സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും പകുതി സിമെൻറ്റും പകുതി വൈറ്റ് സിമെൻറ്റും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് വെള്ളം നന്നായി കുഴച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളെ എന്താ പറയുക, പൊറോട്ട മാവൊക്കെ കുഴക്കണില്ലേ, പൊറോട്ടയ്ക്ക് മാവ് കുഴക്കണ നല്ല കുറുന്നനെ ആയിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കേട്ടോ, സാധാരണ വെള്ളമാണ്. അത് നന്നായിട്ട് ഇങ്ങനെ കിളക്കുമ്പോൾ കയ്യിന് ഈ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കയ്യിനൊരു ഓറയൊക്കെ ഇട്ടുകൊണ്ടു. ഞാൻ ചെയ്യണ മാതിരി ചെയ്യരുത്, എനിക്കിത് ശീലമായിട്ടുള്ളതാണ്. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതാണിപ്പോൾ ക്രാക്ക് കണ്ടില്ലേ, ഇവിടെയാണിപ്പം നമ്മൾ അടിച്ചു നോക്കാൻ പോണത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ നമ്മളാ മിക്സ് ചെയ്ത മിശ്രിതം കൊണ്ട് നന്നായിട്ട് ക്രാക്കിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഒരു പുട്ടി ബ്ലേഡ്, ഇതങ്ങനെ പുട്ടി ബ്ലേഡ് നിന്ന് വാങ്ങിയാൽ മതി. പുട്ടി ബ്ലേഡ് 2 രൂപ 3 രൂപ എടുത്താൽ പെയിൻറ്റ് കടയിൽ കിട്ടും. നന്നായിട്ട് ഇങ്ങനെ ക്രാക്ക് മൊത്തത്തിൽ ഇങ്ങനെ അടയ്ക്കുക. ഇതുകൊണ്ട് വളരെ സിമ്പിൾ വർക്കുള്ളതിന്, ഇതിപ്പോൾ വലിയ റിസ്ക്കിൽ പണിയൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് ക്രാക്ക് അടച്ചു കൊടുക്കുക. നന്നായിട്ട് ആദ്യം ക്രാക്ക് അടച്ചു കൊടുക്കുക. ഈ ക്രാക്ക് അടക്കണതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ആദ്യം വൃത്തിയാക്കണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. നന്നായിട്ട് അതിൻ്റെ അഴുക്കും ആ പൂപ്പലും ഫംഗസൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ ക്രാക്ക് അടച്ചതിന് ശേഷം നല്ലോണം ഉണങ്ങാൻ അനുവദിക്കുക. ഇപ്പോൾ നാളെ നമുക്ക് സ്പ്രേ ചെയ്യാനില്ലാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ തന്നെ കഴിയട്ടെ. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഈ ക്രാക്ക് ഇന്നലെ അടച്ചിട്ടുള്ളതാണ് കണ്ടോ, നന്നായിട്ട് ഉണങ്ങി. ഈ ഏരിയയിലൊക്കെ ഫുള്ള് ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വെള്ളം നനഞ്ഞ സ്ഥലത്ത് ഉപയോഗിക്കരുത്. അത് ഇതാവുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അടിക്കാൻ. എന്നിട്ട് നല്ല ഇതേമാതിരി വൃത്തിയായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചാൽ കുറച്ച് വീതിയിൽ അടിച്ചു കൊടുത്തോളൂ. ക്രാക്ക് വലുതാണ്, കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ ചെയ്യാം. അതിലൂടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതിലൊക്കെ ഇറങ്ങിയിട്ട് ആ ക്രാക്കിലൂടെ ഇറങ്ങും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വീതിയിൽ അടിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കട്ടിയിട്ട് അടിച്ചു കൊടുത്താൽ, കുറച്ചുകൂടി കട്ടിയിൽ അടിച്ചു കൊടുക്കുക, കുറച്ച് ഉഷാറായിട്ട് നല്ല തിക്നെസ്സിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 വർഷത്തേക്ക് പിന്നെ ഈ ഏരിയയിലൂടെ, ഈ അടിച്ചതിലൂടെ വെള്ളം ഇറങ്ങില്ല എന്നുള്ള ഉറപ്പാണ്. കണ്ടോ, ഞങ്ങൾ ഉറച്ചു. ഒരു ചില്ലറ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ഉറക്കും അല്ലേ, ഉഷാറായി. പിന്നെ ഇപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചാണൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഞങ്ങൾ ഇത് കണ്ടോ, കണ്ടില്ലേ, ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച മാതിരിയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിച്ച മാതിരിയാണ് ഉണ്ടാവുക. ഇതാണ് ഇൻസ്റ്റൻറ്റ് വാട്ടർ പ്രൂഫിംഗ് സ്പ്രേ BRP മെറ്റീരിയൽ. ഇതാ കണ്ടോളൂ, കണ്ടില്ലേ, നമ്മൾ എത്ര ഒഴിച്ചാലും അതങ്ങനെ തന്നെ ഉണ്ടാവുക. ക്രാക്ക് സ്ഥലത്ത് ആദ്യം ക്രാക്കൊക്കെ നന്നായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ ആ ക്രാക്കിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സ്പ്രേ ചിലവാകും. അതിലാണ് നല്ലത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ രൂപമാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ക്രാക്ക് ഇല്ലാത്ത സ്ഥലം എല്ലായിടത്തും ക്രാക്ക് കാണണമെന്നില്ല. താഴെ ഇങ്ങനെ വെള്ളം ഇട്ടിങ്ങനെ കാണും, താഴത്തൂടെ ഇങ്ങനെ നമ്മൾ കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രാക്ക് കാണും, ആയിക്കോട്ടെ വെള്ളം വരുന്നുണ്ടാവും. മുകളിൽ കയറി നോക്കി അങ്ങനെ കാണൂല. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നിഗമനം ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് കൂടെയാണ് വെള്ളം ഇറങ്ങുന്നുണ്ടാകുക എന്നല്ലേ. അവിടെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ നിഗമനം വെച്ച് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക സ്പ്രേ. കുറച്ച് വീതിയിൽ, നമുക്ക് സംശയമുള്ള ഭാഗത്തൂടെ കുറച്ച് വീതിയിൽ അടിച്ചു കൊണ്ടുവരിക, അത്രേ വേണ്ടുള്ളൂ.
അപ്പോൾ ഈ സ്പ്രേ അടിച്ചതിലൂടെ പിന്നെ വെള്ളം ഇറങ്ങുന്ന നല്ല ഉറപ്പാണ്, ഒരു സംശയവുമില്ല. കണ്ടോ, നമ്മളിപ്പോൾ ഇതാ സ്പ്രേ അടിച്ചാണ്, കണ്ടില്ലേ? ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്. ഇതാ കണ്ടില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? ഇതേമാതിരിയൊക്കെ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കി. പരാജയപ്പെടുക നിങ്ങൾ പറയും, നിങ്ങളെ പൈസ ഞാൻ തിരിച്ചു തരാം. കണ്ടില്ലേ? 100% വാട്ടർ പ്രൂഫിംഗ് ആണ് എന്നതിലേക്ക് ഇതിലേറിഞ്ഞിപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾ തെളിയിച്ചു തരാം. കണ്ടോ, ഇതിൽ വെള്ളമുണ്ട്, കണ്ടില്ലേ? വെള്ളം ഇതിലുണ്ട്, കണ്ടോ? ഇതാ 100% ഇത് വാട്ടർ പ്രൂഫാണ്, കണ്ടില്ലേ? 100%. അതിലേറെ പെർസെൻറ്റേജ് പറയാനില്ലാത്തതുകൊണ്ടാണ്. ഇതാ, അപ്പം ഈ സാധനം, അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമില്ലെങ്കിൽ ഓർഡർ ചെയ്തോളി. 100% ഇത് വാട്ടർ പ്രൂഫിംഗ് തന്നെയാണ്. ഇതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമുക്ക് പല ഉപയോഗങ്ങൾക്ക് ഇത് പറ്റും. ഇത് പിടിക്കാത്ത മെറ്റീരിയൽസ് വളരെ കുറവാണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, ടൈൽസ്, കോൺക്രീറ്റ്, ഓട്, മെറ്റൽ ഷീറ്റ്, ഇങ്ങനെ എല്ലാ സാധനത്തിലും ഈ മെറ്റീരിയൽ പിടിക്കും. ഇതുകൊണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. പിന്നെ ചില സമയത്ത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, ചില സ്ഥലത്ത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അറിഞ്ഞോളന്നില്ല. അങ്ങനത്തെ ആൾക്കാർ ഒന്നിരിക്കൽ വോയിസ് തരിക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കണ്ട് വാട്സപ്പിലോട്ട് ചോദിക്കുക. വിളിച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല എടുക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ വോയിസ് തന്നാൽ എങ്ങനെ ആയാലും ഒന്നിരിക്കൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക, വോയിസ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് മറുപടി കിട്ടും, ഉറപ്പായിട്ടും അത് കിട്ടും, ഒരു സംശയം വേണ്ട. 100% നിങ്ങൾ മുടക്കണ പൈസക്കില്ല മുതൽ ഇതുണ്ട്. അപ്പോൾ ഓക്കെ, ജയ് ഹിന്ദ്.